ഇന്നാണെങ്കിലേ അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കറിയൊന്നും വെക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുട്ടാ. ആദ്യം തന്നെ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കട്ടോ ചെയ്തത്, വേറൊന്നും കൊണ്ടല്ല. എനിക്കിനി പാത്രം ആവശ്യമുണ്ട്. ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും പിന്നെ കുറച്ച് ചെറുള്ളില്ലെങ്കിൽ അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണ്ടേ. സവാള നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെയും കൂടി പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടാ. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കട്ടാ. അതവിടെ ആവണ നേരം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണക്കച്ചെമ്മീനുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കട്ടാ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി കഴുകി വാഷ് ചെയ്ത് വെച്ച ഒരു പീടി ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രിസ്പ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടാ. എന്നിട്ട് അത് മാറ്റിയിട്ട് അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുള്ളിയില്ലേ അതൊരു 5-6 എണ്ണം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കട്ടാ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീനില്ലേ അതും പിന്നെ ഈ മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിൽ എളുപ്പപ്പണിക്ക് ചതച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിക്കല്ലുമ്പോൾ എന്താ വെച്ചാൽ ചതച്ചെടുക്കാം. അങ്ങനെ ചമ്മന്തി റെഡി ആവണ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരില്ലേ അതും കൂടി റെഡി ചെയ്തിട്ടാ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശപ്പ് വന്നു കേട്ടോ. അപ്പം ചോറും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മുട്ട വറുത്തതും പിന്നെ നമ്മുടെ ചമ്മന്തിയില്ലേ എല്ലാം കൂടി മിക്സാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും ഈ കോംബോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.